അച്ഛനും അമ്മയും ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞു അങ്കിള്. അങ്ങനെയാ മാനസ പോയി സുനിലിനോട് സംസാരിച്ചത്. അപ്പൊ അവള് സുനിലേട്ടാന്ന് വിളിച്ചെന്ന് തൊട്ടുരുമി നിന്നതൊക്കെ എനിക്ക് തോന്നിയതാണെന്നാണോ മോള് പറയുന്നത്? അതാ വല്യമ്മേ ഞാൻ പറഞ്ഞത്, കൊറേയൊക്കെ സത്യം ഉണ്ടെന്ന്. എത്രയൊക്കെ ആയാലും ഒരേ മനസ്സോടെ കഴിഞ്ഞവരല്ലേ അവര്. പെട്ടെന്നൊന്നും പറിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഇതിപ്പോ അവരുടെ പ്രണയലീലകൾക്ക് നമ്മള് കാവലിരിക്കേണ്ടി വരുമോ മോളെ? മാനസയുടെ ഭാഗത്ത് കൊറേയൊക്കെ ശരിയുണ്ട് വല്യമ്മേ. അത് അവളുടെ സംസാരത്തിൽ വ്യക്തവുമാണ്. പിന്നെ സാഹചര്യങ്ങളിലെ മനുഷ്യരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. ഷടാ, ഇതിപ്പോ എന്റെ CID പണി വെറുതെ ആയിപ്പോയല്ലോ. ഒരിക്കലും വെറുതെ ആവില്ല വല്യമ്മേ. ഇതൊക്കെ വല്യമ്മ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? അതുകൊണ്ട് സൂര്യ പറഞ്ഞ കാര്യം ഞാൻ വല്യമ്മയോട് പറഞ്ഞത്. പക്ഷെ സുനിലാണ് ബുദ്ധിമാനോ. അവൻ പറഞ്ഞു കേട്ടില്ലേ, മാനസ ആത്മഹത്യ ചെയ്താ അവൻ വനവാസത്തിന് പോകുന്നു. അവിടെ മാനസ പെട്ടുപോയില്ലേ? അതേ മോളെ, ഞാനപ്പോ അവളുടെ മുഖം ശ്രദ്ധിച്ചു. എന്തോ ഒരു ദേഷ്യമായിരുന്നു. മാനസെ കൊണ്ടല്ലാതെ സുനിലിനെ ഇവിടുന്ന് ഒഴിവാക്കണം വല്യമ്മേ. അതിനെന്താ ഒരു മാർഗം നമ്മൾ ആലോചിക്കേണ്ടത്. അതെ, കൂലിക്കാളെ വെച്ച് നമുക്ക് അവനെ തല്ലിച്ചാലോ മോളെ? എന്നിട്ട് വേണം ഇതിന്റെ പേരിൽ കേസിന്റെ പിന്നാലെ നടക്കാൻ. പിന്നെ എന്ത് ചെയ്യാനാ? അത് ആലോചിച്ച് കണ്ടുപിടിക്കണം വല്യമ്മേ. അല്ലാതെ ഈ വീടിന് ഒരു സമാധാനവും കിട്ടില്ല. അതെ, ഇതിന്റെ ഇടയ്ക്ക് ഭാനുവിന്റെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അവൾ അവിടെ ആകെ വിഷമത്തിലായിരിക്കും. നീയും ഞാനും അവിടെ ഇല്ലാത്തതാ. ഞാനിപ്പോ ഭരതനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് വല്യമ്മേ. ഇനി അവനും കൂടി നമുക്കൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾക്കൊരു തീരുമാനമാവുള്ളൂ. അത് നന്നായി മോളെ. അവനാകുമ്പം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അല്ലാതെ സേതുവേട്ടന് ഇടപെടുത്താൻ പറ്റില്ല വല്യമ്മേ. പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. അതെ, ഇടയ്ക്ക് പപ്പേട്ടനും കൂടെ വീട്ടിലോട്ട് ചെന്നോളൂ. എങ്ങനെയെങ്കിലും ആ മോഹനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും